കഴിഞ്ഞ ക്ലാസ്സിൽ അസ്സവാജിർ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുള്ള വൻദോഷങ്ങളെ എണ്ണുന്ന കൂട്ടത്തിൽ 93, 94, 95, 96, 97, 98 ഖബറുകളെ ആരാധനാലയങ്ങളാക്കുക, ഖബറുകളുടെ മുകളിൽ വിളക്ക് കത്തിക്കുക, ഖബറുകളെ ബിംബങ്ങളാക്കുക, ഖബറിനെ തവാഫ് ചെയ്യുക, ഖബറിനെ തൊട്ടുമുത്തുക, ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്നീ കാര്യങ്ങളെ പറഞ്ഞതിന് ശേഷം അതിന് തെളിവായി ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ചു. അതിൽ നിന്ന് ചിലതൊക്കെ നാം ഇന്നലെ വായിച്ചു. അതേ ഹദീസുകളുടെ മറ്റ് ചില റിവായത്തുകൾ കൂടി ബഹുമാനപ്പെട്ടവർ പറഞ്ഞതിന് ശേഷം തംബീഹുൻ, ഒരു ഉണർത്തൽ എന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർ വിവരിച്ചു തരുന്നു. അദ്ദു ഹാദി സിത്തത്തി മിനൽ കബായിരി, ഈ 6 കാര്യങ്ങളെയും വൻദോഷങ്ങളിൽ പെട്ടതായി എണ്ണുക എന്നത് വഖാഫി കലാമി ബാദി ഷാഫിഇയ്യ, ഇത് എൻ്റെ വകയിൽ ഞാൻ ആദ്യമായി പറയുന്നതാണെന്ന് ധരിക്കണ്ട എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ല വിവരിച്ചു തരുന്നു. ഇത് ഷാഫിഈ പണ്ഡിതന്മാരുടെ കലാമുകളിൽ വന്ന പ്രയോഗമാണ്. വകഅന്നഹു അഖദ ദാലിക, അവർ ഈ കാര്യങ്ങളൊക്കെ വൻദോഷമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഇമാ ദക്കർതുഹു മിൻ ഹാദിഹിൽ അഹാദീസ്, ഞാൻ ഈ ഉദ്ധരിച്ച ഹദീസുകളിൽ നിന്നായിരിക്കാം അവർ ഇതൊക്കെ വൻദോഷങ്ങളാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ന്യായങ്ങൾ എങ്ങനെ ഇത് വൻദോഷമായി എന്ന് ബഹുമാനപ്പെട്ടവർ വിവരിക്കുകയാണ്. വജഹു അഖ്ദി ഇത്തിഖാദിൽ ഖബരി മസ്ജിദൻ മിൻഹ, ഈ ഹദീസുകളിൽ നിന്ന് ഖബറുകളെ ആരാധനാലയമാക്കൽ വൻദോഷമാണ് എന്ന് മനസ്സിലാക്കിയത് വാദിഹുൻ, അത് വ്യക്തമാണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഈ ഹദീസുകൾ വായിക്കുന്ന അല്പ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറുകളുടെ മുകളിൽ മസ്ജിദുകൾ ഉണ്ടാക്കുന്നതിനെ വിരോധിച്ചിട്ടുണ്ട് എന്ന്. ലിഅന്നഹു ലഅന മൻ ഫഅല ദാലിക ബിഖുബൂരി അംബിയാഇഹി, അംബിയാക്കളുടെ ഖബറിന്റെ മുകളിൽ മസ്ജിദുകൾ ഉണ്ടാക്കിയ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിട്ടുണ്ട്. മാത്രമല്ല വജഅല മൻ ഫഅല ദാലിക ബിഖുബൂരി സുലഹാഇഹി ശർറൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, സാലിഹീങ്ങളുടെ ഖബറിന്റെ അടുത്ത് മസ്ജിദുകൾ ഉണ്ടാക്കിയ ആളുകളെ പരലോകത്ത് ഏറ്റവും ദുഷിച്ച വർഗമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഫീഹി തഹദീറുൽ ലനാ, ഈ 2 പ്രയോഗങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശാപവും അതുപോലെ പരലോകത്ത് ഏറ്റവും ദുഷിച്ച വർഗമായിരിക്കുമെന്ന പ്രയോഗവും നമുക്ക് മുന്നറിയിപ്പാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ശക്തമായ വ്യക്തമായ വിരോധം തന്നെയാണ്. അതുകൊണ്ട് ഇത് വൻ ദോഷത്തിൽപ്പെട്ടതാണ് ഖബറുകളെ മസ്ജിദാക്കുക എന്നത്. കമാഫി റിവായത്തിൻ യുഹസിറു മാ സനവു, ചില റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻഗാമികൾ ഇങ്ങനെ ചെയ്തിരുന്നു, അതിൽ നിന്ന് നിങ്ങളെ അകറ്റുകയാണ്, മുന്നറിയിപ്പ് നൽകുകയാണ് എന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട്. യുഹസിറു ഉമ്മത്തഹു ബിഖൗലിഹി ലഹും ദാലിക മിൻ യസ്നഉ കസുന്നി ഹൗലായി ഫയുൽഅനു കമാ യുഇനു, ഈ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തും ശപിക്കപ്പെടുന്നതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകി അകറ്റുകയാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത്തിഖാദുൽ ഖബരി മസ്ജിദൻ, ഒരു ഖബറിനെ മസ്ജിദാക്കുക എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് മാനാവു അസ്സലാത്തു അലൈഹി ഔ ഇലൈഹി, ഖബറിന്റെ മുകളിൽ വെച്ച് നിസ്കാരം നിർവഹിക്കുക, അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്നതൊക്കെയാണ്. ഫഹീനഇദിൻ, അപ്പോൾ ഫഖൗലു അസ്സലാത്തു ഇലൈഹി മുഖററുൻ, ഈ അർത്ഥം വെക്കുമ്പോൾ ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്നത് ആവർത്തിച്ച് പറയപ്പെട്ടതാണ്. ഇല്ലാ യുറാദ ബിത്തിഖാദിഹ മസാജിദ് അസ്സലാത്തു അലൈഹ ഫഖത്ത്, ഖബറിന്റെ മുകളിൽ പള്ളിയുണ്ടാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശം ഖബറിന്റെ മുകളിൽ വെച്ച് നിസ്കരിക്കുന്നതിനെ കുറിച്ചാണ് എന്ന് വെച്ചാലൊഴികെ ഖബറിനെ ആരാധനാലയമാക്കുന്നതും നിസ്കരിക്കുന്ന സ്ഥലമാക്കുന്നതും വൻദോഷമാണ് എന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കി പറയുന്നത് ന്യായമാകുന്നത് ഇൻകാനൽ ഖബറു ഖബറ മുഅല്ലമിൻ, ഈ ഖബർ ഒരു ബഹുമാനിക്കപ്പെടുന്ന ആളുടെ ഖബറാണെങ്കിലാണ്. നബിയിൻ ഔ വലിയിൻ കമാ അശാറത്ത് ഇലൈഹി റിവായത്തു ഇദാ കാന ഫീഹിം റജുലു സ്വാലിഹു, അവരുടെ കൂട്ടത്തിൽ നിന്ന് സ്വാലിഹായ ഒരു മനുഷ്യൻ മരിച്ചാൽ അവരുടെ ഖബറുകളെ ഇവർ ആരാധനാ കേന്ദ്രമാക്കി മസ്ജിദുകളാക്കി മാറ്റും എന്ന് ഒരു റിവായത്തിൽ സൂചന നൽകിയതുപോലെ ഈ ഖബർ ഏതെങ്കിലും ബഹുമാനിക്കപ്പെടേണ്ട നബിയുടെയോ വലിയന്റെയോ ഖബറാണെങ്കിലാണ് ഇത് വൻദോഷമായി മാറുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആളുകളെ നമ്മുടെ നാടുകളിലുള്ള പുരോഹിതന്മാർ പറ്റിക്കാറ് അമ്പിയാക്കളുടെ ഖബറുകളെയും ഔലിയാക്കളുടെ ഖബറുകളെയും കെട്ടിപ്പടുക്കുന്നതും അതിൻ്റെ മുകളിൽ ആരാധനാലയം ഉണ്ടാക്കുന്നതിനും വിരോധം ഇല്ല, സാധാരണക്കാരുടെ ഖബറുകളെ കുറിച്ചാണ് ഈ പറഞ്ഞതൊക്കെ എന്നാണ്. എന്നാൽ ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്നത് ഈ പറഞ്ഞ ഖബറിൻ്റെ മുകളിൽ മസ്ജിദ് ഉണ്ടാക്കുന്നത് വൻദോഷമായി മാറുന്നത് ഖബർ ഒരു ബഹുമാനിക്കപ്പെടുന്ന ആളുടെ ഖബർ ആണെങ്കിൽ, നബിമാരെ പോലെയുള്ള ഔലിയാക്കളെ പോലെയുള്ള ബഹുമാനിക്കപ്പെടുന്നവരുടെ ഖബറാണെങ്കിലാണ് ഇത് വൻദോഷമായി മാറുന്നത്. അപ്പോൾ സാധാരണക്കാരുടെ ഖബറുകളെക്കാളും ഔലിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബറുകളുടെ മുകളിൽ മസ്ജിദുകൾ ഉണ്ടാക്കുന്നത് വളരെ ഗൗരവമേറിയ തെറ്റാണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ നമുക്ക് ഇവിടെ വിവരിച്ചു തരുന്നത്. വമീൻ സമ്മ, ഇക്കാരണം കൊണ്ട് കാല അസ്ഹാബുന, നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് തഹ്റുമു സ്വലാത്തു ഇലാ ഖുബൂരിൽ അംബിയായി വൽ ഔലിയായി, അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബറുകളിലേക്ക് തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ നിസ്കരിക്കൽ. ഇവിടെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഖബറിലുള്ള ആൾക്ക് വേണ്ടി നിസ്കരിക്കുക എന്നൊക്കെ അർത്ഥം വെച്ചുകൊണ്ട് വിവരദോഷികൾ സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കാറുണ്ട്. അങ്ങനെ നിസ്കരിച്ചാൽ ഇസ്ലാമിൽ നിന്ന് അപ്പോൾ തന്നെ പുറത്താണ്, ഇനി നിസ്കരിക്കണമെന്നില്ല
ഈ ഖബറിലുള്ള ആൾക്ക് നിസ്കരിക്കപ്പെടാൻ മാത്രമുള്ള അർഹതയുള്ള ആളാണ് എന്ന് വിശ്വസിച്ചാൽ തന്നെ ഇസ്ലാമിൽ നിന്ന് ഔട്ടാണ്. ഒന്നുമില്ലാതെ അള്ളാഹുവിന് നിസ്കരിക്കുന്നു, സാധാരണ നമ്മളൊക്കെ നിസ്കരിക്കുന്നത് പോലെ തന്നെ അല്ലാഹു തആല എന്ന നിയത്തോടു കൂടെ തന്നെ മാത്രം ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ ആ നിസ്കാരം ഹറാമാണ്. എവിടെ കീല ഖുബൂരിൽ അംബിയായി വൽ ഔലിയായി, അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബറിലേക്ക് തിരിഞ്ഞുകൊണ്ട് തബറുക്കൻ വ ഇഅ്ലാമൻ, ആ ഖബറിൽ നിന്ന് ബറക്കത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ ഖബറിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടോ ആ ഖബറുകളെ തിരിഞ്ഞ് നിസ്കരിക്കുന്നത് ഹറാമാകുന്നു. അപ്പോൾ ഇവിടെ നിസ്കാരം ഹറാമാകണമെങ്കിൽ രണ്ട് നിബന്ധനയുണ്ട്. ഒന്ന്, അയ്യക്കൂന ഖബ്റ മുഅല്ലമിൻ, ഈ ഖബർ ഒരു ബഹുമാനിക്കപ്പെടുന്ന ഔലിയാക്കളിൽപ്പെട്ട അല്ലെങ്കിൽ അമ്പിയാക്കളിൽപ്പെട്ട ഒരാളുടെ ഖബറായിരിക്കണം. വഅയ്യഖുദ ബിസ്സലാത്തി ഇലൈഹി, ഖബറിലേക്ക് നിസ്കരിക്കുന്നത് കൊണ്ട് ഈ നിസ്കരിക്കുന്ന ആൾ കരുതണം. വമിസ്ലുഹാ സ്വലാത്തു അലൈഹി, അതുപോലെ തന്നെ ഖബറിന്റെ മുകളിൽ വെച്ച് നിസ്കരിക്കുന്നവനും കരുതണം. എന്തിനെ? അത്തബറുക വൽ ഇഅ്ലാമ, ഇവിടെ വെച്ച് നിസ്കരിക്കുന്നതിന് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും വല്ല പുണ്യവും അധികമുണ്ടെന്നോ, ഇവിടെ വെച്ച് നിസ്കരിക്കാൻ പ്രത്യേകിച്ചൊരു മഹത്വമുണ്ടെന്നോ, ഈ ഖബറിന് വല്ല ബഹുമാനവും ഉണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിലാണ് ഇത് ഹറാമായി തീരുന്നത്. വഖൗലു ഹാദൽ ഫീൽ കബീറത്തുൻ ളാഹിറുൻ മിനൽ അഹാദീസിൽ മദ്കൂറ, മുകളിൽ പറഞ്ഞ ഹദീസുകളിൽ നിന്നെല്ലാം ഈ പറഞ്ഞ പ്രവൃത്തി അഥവാ ഖബറിനെ നിന്ന് ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഖബറിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവിടെ നിസ്കാരം നിർവഹിക്കുക, അവിടെ പള്ളി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വൻദോഷമാണ് എന്നത് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാകുന്നു. ഉലിമാ അലിംത, നീ മനസ്സിലാക്കിയ ഈ കാര്യങ്ങൾക്ക് വേണ്ടി. ഇത് വൻദോഷമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഈ നിസ്കാരത്തിന്റെ മുകളിൽ ഖിയാസാക്കുകയാണ് ചെയ്തത്. കുല്ല തഅലീമിൽ ഖബരി, ഖബറിനെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, ഇവിടെ ഉപയോഗിച്ച വാചകം കുല്ല തഅലീമിൽ ഖബരി, ഖബറിനെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്യുന്ന സർവ്വ പ്രവൃത്തികളും ഇതുപോലെ വൻദോഷമായി തീർന്നു എന്നത് നിസ്കാരത്തിന്റെ മുകളിൽ ഖിയാസാക്കിക്കൊണ്ടാണ്. അത് ഏതൊക്കെയാണ്? അതിന് ചില ഉദാഹരണങ്ങൾ ഇവിടെ പറയാം. കഇഖാദി സൂർജ് അലൈഹി, ഖബറിന്റെ മുകളിൽ വിളക്ക് കത്തിക്കുക. തഅലീമൻ ലഹു, ഖബറിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട്. വതബറുകം ബിഹി, ഖബറിൽ നിന്ന് പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് വിളക്ക് കത്തിക്കുക. വതവാഫു ബിഹി കദാലിക, ഖബറിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടോ അതിൽ നിന്ന് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടോ ഖബറിനെ തവാഫ് ചെയ്യുക. വഹുവ അഖ്ദുൻ ഗൈറു ബഈദ്, ഈ ഖിയാസ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഖിയാസ് തന്നെയാകുന്നു. സിയമ, പ്രത്യേകിച്ചും. വഖദ് സറ ഫിൽ ഹദീസിൽ മദ്കൂരി ആനിഫൻ, ഇപ്പോൾ പറയപ്പെട്ട തൊട്ടു മുമ്പ് പറയപ്പെട്ട ഹദീസിൽ വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബിലാനി മൻ ഇത്തഖദ അലൽ ഖബരി സുറുജൻ, ഖബറിന്റെ മുകളിൽ വിളക്ക് കത്തിക്കുന്നവനെ ശാപിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ പറഞ്ഞ വിളക്ക് കത്തിക്കുന്നതും ശാപത്തിന് കാരണമായി തീരുന്ന പ്രവൃത്തിയാണ് എന്ന് ഹദീസിൽ തന്നെ വ്യക്തമായി വന്നതുകൊണ്ട് ഈ കണ്ടുപിടുത്തം അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ കൂടെ ഈ വിളക്ക് കത്തിക്കുന്നതിനെയും കൂട്ടിച്ചേർത്തത് ശരിയായ കൂട്ടിച്ചേർക്കൽ തന്നെയാകുന്നു. ഫയുഹ്മലു ഖൗലു അസ്ഹാബിന, എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ബി കറാഹത്തി ദാലിക, കറാഹത്തേ ഉള്ളൂ, ഹറാമില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനെ ചുമത്തപ്പെടണം. അലാമാ ഇദാലം യഖ്സുദ് ബിഹി തഅലീമൻ വതബറുകൻ ബിദിൽ ഖബരി, ഖബറിനെ മഹത്വവൽക്കരിക്കുക എന്ന ഉദ്ദേശമോ അവിടെ നിന്ന് ബറക്കത്തെടുക്കുക എന്ന ഉദ്ദേശമോ ഒന്നും ഇല്ലാതെ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കുറിച്ചാണ് പണ്ഡിതന്മാർ കറാഹത്താണെന്ന് പറഞ്ഞത്. അത് രണ്ടും ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അത് ഹറാമ് തന്നെയാണ്, വൻ ദോഷം തന്നെയാണ് എന്ന് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ സംശയത്തിനിടയില്ലാത്ത രൂപത്തിൽ നെല്ലും പതിരും വേർതിരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അമ്മ ഇത്തിഖാദുഹ ഔസാനൻ, ഖബറുകളെ വിഗ്രഹമാക്കലാണ് വൻദോഷങ്ങളിൽ എണ്ണപ്പെട്ട മറ്റൊരു കാര്യം. അത് ഫജാഅ നഹ്യു അൻ ബിഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തത്തഖിദു ഖബരി വസനൻ യുഅബദു ബഅദി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ശേഷം എൻ്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ എന്ന വിരോധത്തിലൂടെ വ്യക്തമായി പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇത് വൻദോഷം തന്നെയാണ്. എന്താണ് ഈ പറഞ്ഞതിന് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത്? എനിക്ക് ശേഷം എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ലാ തുഅല്ലിമൂഹു തഅലീമ ഗൈരിക്കും ലി ഔസാനിഹിം ബി സുജൂദി ലഹു ഔ നഹ്വിഹി എന്ന് പറഞ്ഞാൽ വസനാക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഖബർ സ്വയം കഴിവുള്ള, ലോകം നിയന്ത്രിക്കുന്ന, സ്വന്തമായി സമതീയത്തുള്ള ഒരു സൃഷ്ടാവാണ്, ഇലാഹാണ് എന്ന് വിശ്വസിച്ചാലാണ് വസനാവുക എന്ന പുരോഹിതന്മാരുടെ തെറ്റിദ്ധരിപ്പിക്കലുകൾക്കെല്ലാം മറുപടിയായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ലാ തുഅല്ലിമു തഅലീമ ഗൈരിക്കും ലി ഔസാനിക്കും ബി സുജൂദി ലഹു ഔ നഹ്വിഹി, ഖബറിന് സുജൂദ് ചെയ്തുകൊണ്ടോ മറ്റുള്ള ആളുകൾ അവരുടെ വിഗ്രഹങ്ങളെ ബഹുമാനിക്കുന്നത് പോലെ നിങ്ങൾ ഖബറിനെ ബഹുമാനിക്കരുത് എന്നാണ്, ഖബറിനെ വസനാക്കരുത് എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാതെ ഈ ഖബർ ഒരു ഇലാഹാണ് എന്നോ ഇതാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നോ ഇതിൽ നിന്ന് ഈ ഖബറിൽ നിന്ന് സ്വന്തമായി വല്ല ഉപകാരവും ഉപദ്രവവും എനിക്കുണ്ടാകുമെന്നോ വിശ്വസിച്ചുകൊണ്ട് അതിനെ ബഹുമാനിക്കലല്ല. അങ്ങനെ വിശ്വസിക്കാൻ പിന്നെ അതിനെ കബീറത്തിൻ്റെ കൂട്ടത്തിലല്ല എണ്ണേണ്ടത്, തനി ഷിർക്കിൻ്റെ കൂട്ടത്തിലാണ് എണ്ണേണ്ടത് എന്ന് നാം പലപ്പോഴും വിവരിച്ചിട്ടുണ്ട്.
ഫൈൻ അറാദ ദാലിക്കൽ ഇമാമു ബി ഖൗലിഹി വത്തിഖാദുഹാ ഔസാനൻ ഹാദൽ മാന ഇത്തജഹ മാ ഖാലഹു മിൻ അന്ന ദാലിക കബീറത്തുൻ. ഖബറിനെ വിഗ്രഹമാക്കുന്നത് വൻദോഷങ്ങളിൽപ്പെട്ടതായി എണ്ണിയ പണ്ഡിതൻ ഉദ്ദേശിച്ചത് ഈ അർത്ഥമാണെങ്കിൽ, അഥവാ മറ്റു മതക്കാർ അവരുടെ വിഗ്രഹങ്ങളെ ആദരിക്കുന്നത് പോലെ ബഹുമാനിക്കുന്നത് പോലെ ഖബറിനെ ബഹുമാനിക്കുക, അതാണ് വൻദോഷം എന്നതാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇത് വൻദോഷമാണ് എന്ന് പറഞ്ഞത് ന്യായമാണ്. ബൽ എന്നല്ല കുഫ്റുൻ, ചിലപ്പോൾ അത് കുഫ്റിലേക്ക് എത്തും ബിശർത്തിഹി, അതിൻ്റെ നിബന്ധനകൾക്ക് വിധേയമായി. വൈനറാദ എന്ന മുത്തലഖ് തഅദീമില്ലദീ ലം യുഅ്ദം ഫീഹി, പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഖബറിനെ തഅദീം ചെയ്യാൻ വേണ്ടി അനുവാദമേ നൽകിയിട്ടില്ല. പക്ഷേ ഒരു മനുഷ്യൻ അങ്ങനെ തഅദീം ചെയ്യുന്നു. ആ തഅദീം ചെയ്യുമ്പോഴേക്ക് അത് വൻദോഷമായി മാറുമെന്ന് പറയുന്നത് ഫഫീഹി ബുഅദുൻ, അത് ചെറിയ ഒരു അവ്യക്തത അതിൽ ബാക്കിയുണ്ട്. നാം എന്നാലും ഖാല ബാദുൽ ഹനാബിലത്തി, ചില ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഖസ്ദുർ റജുലി അസ്സലാത്ത ഇൻദൽ ഖബരി, ഒരു മനുഷ്യൻ ഖബറിൻ്റെ അടുക്കൽ പോയി നിസ്കരിക്കണമെന്ന് ലക്ഷ്യം വെക്കൽ. എന്തിനാണ് ഖബറിൻ്റെ അടുത്ത് വെച്ച് നിസ്കരിക്കുന്നത്? മുതബർരികം ബിഹാ, ആ ഖബറിൻ്റെ അടുത്തുകൊണ്ടുള്ള നിസ്കാരം കൊണ്ട് പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട്, ഖബറിൻ്റെ അടുക്കൽ വെച്ച് നിസ്കാരത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പോകൽ, അല്ലെങ്കിൽ അങ്ങനെ നിയത്ത് ചെയ്യൽ, ഐനുൽ മുഹാദത്തി ലില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഏറ്റുമുട്ടലാണ്, ശത്രുതയാകുന്നു, യുദ്ധപ്രഖ്യാപനമാകുന്നു. ഇബ്ദാഉ ദീനിൻ ലം യഅ്ദൻ ബിഹില്ല, അള്ളാഹു അനുവാദം നൽകാത്ത ഒരു ദീനിനെ പുതുതായി ഉണ്ടാക്കലാകുന്നു, ബിദ്അത്ത് ആരംഭിക്കലാകുന്നു. എന്താ കാരണം? ലിന്നഹി അൻഹ, അവിടെ വെച്ച് അങ്ങനെ ഒരു നിസ്കാരം നിർവഹിക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിച്ചതുകൊണ്ട്. പലപ്പോഴും നാം സൂചിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച ഒരു കാര്യം ചെയ്യണമെന്ന് മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിക്കൊണ്ടൊരു മനുഷ്യൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. എപ്പോഴെങ്കിലും ചുറ്റുപാടുകൾക്ക് അധീനമായി അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അബദ്ധം ചെയ്യുന്നത് പോലെയല്ല അത് എന്നത്. സുമ്മൈജുമാൻ നഹി മാത്രമല്ല, ലോകത്ത് സർവ്വ പണ്ഡിതന്മാരും അംഗീകരിക്കപ്പെടേണ്ട, പരിഗണിക്കപ്പെടേണ്ട മുഴുവൻ ആളുകളും ഇജ്മാ കൊണ്ട് അംഗീകരിക്കപ്പെട്ടൊരു വിഷയമാകുന്നു. ഫഇന്ന അഅ്ളമൽ മുഹറമാത്തി, തെറ്റായ കാര്യങ്ങളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലുതായ തെറ്റ്, അസ്ബാബ ശിർക്കി, ശിർക്കിൻ്റെ കാരണങ്ങളിൽ വെച്ച് ഏറ്റവും വലുതായ കാരണം അസ്സലാത്തു ഇൻദഹ, ഖബറിൻ്റെ അടുക്കൽ വെച്ചുള്ള നിസ്കാരമാകുന്നു. വത്തിഖാദുഹ മസാജിദ, ഖബറുകളെ ആരാധനാലയങ്ങളാക്കലാകുന്നു. ഔ ബിനാഉഹ അലൈഹ, അല്ലെങ്കിൽ ഖബറിൻ്റെ മുകളിൽ പള്ളികൾ ഉണ്ടാക്കലാകുന്നു. അതുകൊണ്ട് ഇത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഏറ്റുമുട്ടലാകുന്നു. വൽ ഖൗലു ബിൽ കറാഹത്തി, ഇനി ചില പണ്ഡിതന്മാർ ഇത് കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മഹ്മൂലുൻ അലാ ഗൈരി ദാലിക, ഈ പറഞ്ഞ നിലക്കുള്ള ബറക്കത്തെടുക്കലോ അതല്ലെങ്കിൽ ഖബറിനെ മഹത്വവൽക്കരിക്കലോ ഒന്നും ഇല്ലാത്ത നിലക്ക് അവിടെ വെച്ച് ആരെങ്കിലും നിസ്കരിച്ചാൽ ആ നിസ്കാരത്തെ സംബന്ധിച്ചാണ് സാധാരണഗതിയിൽ ഖബറിൻ്റെ മുകളിൽ വെച്ച് നിസ്കാരം കറാഹത്താണ് എന്ന് പറയുന്നത്. കാരണം ലാ യുദന്നു ബിൽ ഉലമായി, പണ്ഡിതന്മാരെ പറ്റി ഭാവിക്കാൻ പറ്റില്ല. എല്ലാവരും ചിന്തിക്കേണ്ട വളരെ ഗൗരവമേറിയ വിഷയമാണ്. ചില ആളുകൾ യാതൊരു ഗൗരവവും ചിന്തിക്കാതെ മഹാന്മാരായ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച കാര്യങ്ങളെ അനുവദിച്ചു എന്ന് യാതൊരു ലജ്ജയും ഇല്ലാതെ സമൂഹ മധ്യത്തിൽ പറയുന്നത് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരിക്കലും അത് പാടില്ല. ലാ യുദന്നു ബിൽ ഉലമായി, പണ്ഡിതന്മാരെ കുറിച്ച് ധരിക്കാൻ പറ്റില്ല. തജ്വീസു ഫിഇലിൻ തവാത്തറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാനു ഫാലിഹി, ഒരു പ്രവൃത്തി ചെയ്ത ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാനത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തെ അനുവദനീയമാണ് എന്ന് വരുന്ന രൂപത്തിലുള്ള, അത് ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞു എന്ന് നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇത്തരം വിഷയങ്ങളെ കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി വിരോധിച്ച, ലാനത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു വിഷയത്തെ കറാഹത്താണ് എന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ വെക്കുക എന്നതല്ലാതെ മുത്തുലക്കൻ ഇത് കറാഹത്താണ് എന്ന് പറയാൻ പോലും പറ്റില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ച ഒരു കുറ്റകൃത്യത്തെ ലാഘവത്തോടു കൂടെ ഒരു പണ്ഡിതൻ പറഞ്ഞു എന്ന് ധരിക്കാൻ പോലും നമുക്ക് നിർവാഹമില്ല. ഒത്തജിബുൽ മുബാദറതു ലിഹദ്മിഹ, അങ്ങനെ ഏതെങ്കിലും ഒരു ഖബറിൻ്റെ മുകളിൽ വല്ല പള്ളിയും ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ഉടനെ തന്നെ പൊളിച്ചു കളയേണ്ടതാകുന്നു. വഹദ്മുൽ കിബാബില്ലത്തി അലൽ ഖുബൂരി, ഖബറുകളുടെ മുകളിലുള്ള സർവ്വ കുബ്ബകളും എത്രയും പെട്ടെന്ന് പൊളിച്ചു നീക്കേണ്ടതാകുന്നു. ഇത് കാരണം ഹിയ, ഈ ഖബറുകളുടെ മുകളിലുള്ള കുബ്ബകൾ അദറു മിൻ മസ്ജിദുൽ ദിറാർ, മസ്ജിദുൽ ദിറാർ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മുനാഫിക്കുകൾ ഉണ്ടാക്കിയ പള്ളിയെക്കാളും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ജനങ്ങളെ പേപ്പിക്കുന്നതാകുന്നു. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാകുന്നു. നബി തങ്ങൾ ഇങ്ങനെ കുബ്ബയുണ്ടാക്കാൻ, ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ വിരോധിച്ചിട്ടുണ്ട്. ഭൂമിയെക്കാളും ഒരു ചാണിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന എല്ലാ ഖബറുകളെയും പൊളിച്ച് മാറ്റാൻ വേണ്ടി നബി തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
എല്ലാ ഖബറിൻ്റെ മുകളിലുമുള്ള വിളക്കുകൾ എടുത്തുമാറ്റൽ നിർബന്ധമാകുന്നു. വലാ യസിഹു വഖ്ഫുഹു, അങ്ങനെ ഒരു വിളക്ക് അവിടെ വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വഖഫ് സഹീഹല്ല. വനദ്റുഹു, അങ്ങനെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ നേർച്ചയും സഹീഹല്ല. ഇന്ദഹ. ബഹുമാനപ്പെട്ടവർ, ഈ വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കുന്നു.